ഫ്രണ്ട്സ്, പക്ഷികളുടെ ലോകത്തെ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സാലിം അലിയെക്കുറിച്ച് കൂട്ടുകാർക്കറിയാമോ? അദ്ദേഹം ലോകപ്രശസ്തനായ പക്ഷിശാസ്ത്രജ്ഞനായി മാറിയ കഥ എങ്ങനെയെന്ന് കൂട്ടുകാർക്കറിയാമോ? എങ്കിലിതാ കേട്ടോളൂ. തോക്ക് കിട്ടിയാൽ ഒരു 10 വയസ്സുകാരൻ എന്തു ചെയ്യും? കണ്ണിൽ കണ്ട പക്ഷിയെയോ മൃഗത്തെയോ ഉന്നം പിടിച്ച് കാഞ്ചി വലിക്കും, അല്ലേ? അമ്മാവൻ സമ്മാനിച്ച എയർഗൺ കൊണ്ട് സാലിം മൊയ്സുദ്ദീൻ അബ്ദുൽ അലി ചെയ്തതും അതുതന്നെയാണ്. അവൻ ഒരു പക്ഷിയെ ഉന്നം വെച്ചു, അതിനെ വീഴ്ത്തി. കഴുത്തിൽ മഞ്ഞ വരെയുള്ള ഒരു കുരുവി. ഇതേതു പക്ഷി? സാലിമിന്റെ കൗതുകം ചിറകു വിരിച്ചു. അവൻ അമ്മാവനോട് ചോദിച്ചു. കുരുവിയുടെ പേര് അമ്മാവന് അറിയില്ലായിരുന്നു, പക്ഷേ അറിയാനുള്ള വഴി അറിയാമായിരുന്നു. അമ്മാവന്റെ വാക്കുകൾ സാലിമിനെ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ എത്തിച്ചു. സാലിം അങ്ങനെ പക്ഷികളുടെ ലോകത്തെത്തി. അത്ഭുത ലോകത്തെത്തിയ ആലീസിനെ പോലെ. പിന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടിയത് ആകാശം പോലെ അതിരുകളില്ലാത്ത ആ ലോകത്താണ്, പക്ഷികളുടെ ലോകത്ത്. പക്ഷികളെ തേടി അദ്ദേഹം പറന്നു നടന്നു. കയ്യിൽ എപ്പോഴും കരുതി എന്ത്? തോക്കല്ല, ബൈനോക്കുലർ. പക്ഷി നിരീക്ഷണവുമായി യോജിച്ചു പോകുന്ന ഒരു തൊഴിലിനു വേണ്ടി സാലിം ഏറെ ശ്രമിച്ചു, പക്ഷേ ലഭിച്ചില്ല. തൊഴിലിനു വേണ്ടി പക്ഷികളെ വിട്ട് രാജ്യം വിട്ട് ബർമയിൽ ചേക്കേറി. കുടുംബ ബിസിനസ്സായ തടി കച്ചവടത്തിലേക്ക് നീങ്ങുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അവിടെയും പക്ഷികൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. ബർമീസ് കാടുകൾ ആ പക്ഷി നിരീക്ഷകന് വിദ്യാലയമായി. ആയിരക്കണക്കിന് പക്ഷികൾ പാഠപുസ്തകങ്ങളായി. തുടർന്നുള്ള പഠനം ജർമ്മനിയിലായിരുന്നു. ഒടുവിൽ ദേശാടനം പൂർത്തിയാക്കി ഇന്ത്യയിൽ മടങ്ങിയെത്തിയപ്പോഴേക്കും സാലിം അലി എന്ന പക്ഷിശാസ്ത്രജ്ഞൻ ലോകപ്രശസ്തനായി തീർന്നിരുന്നു. പത്മശ്രീയും പത്മവിഭൂഷണും രാജ്യസഭാംഗത്വവുമെല്ലാം അദ്ദേഹത്തിന്റെ കിരീടത്തിൽ പൊൻതൂവലുകളായി. പക്ഷികളെക്കുറിച്ചുള്ള പഠനവും പക്ഷികൾക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായിരുന്നു പിന്നെ ആ ജീവിതം. 91 വയസ്സിൽ മരണത്തിന്റെ ചിറകടി കേൾക്കും വരെ. ഡോക്ടർ സാലിം അലിയുടെ ജീവിതകഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? Thanks for watching. If you like this video, please do subscribe and share.